യെസ്, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. നമ്മൾ സംസാരിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയെ പറ്റിയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ലാസ്റ്റ് ബൈസൈക്കിൾ കിക്ക് എന്നായിരുന്നു എന്ന് നിങ്ങൾ ഗൂഗിളിനോട് ചോദിച്ചാൽ അത് പറയും ഇന്നലെയായിരുന്നു. ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു ലണ്ടൻ. ഇന്നലെ നടന്ന പോർച്ചുഗൽ വേഴ്സസ് പോളണ്ട് മത്സരം, അതിൽ മത്സരത്തെ പറ്റിയൊന്നും പറയാനില്ല. 5-1 എന്ന മാർജിനിൽ പോർച്ചുഗൽ വിജയിച്ചു. പോർച്ചുഗലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പോർച്ചുഗൽ ഇന്നൊരു സൂപ്പർ ടീമാണ്. ഇപ്പോൾ എന്താ പറയുക, നേരത്തെ നമ്മൾ പറയുമായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ മാത്രമേ ഉള്ളൂ അവിടെ എന്ന്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. പോർച്ചുഗലിൻ്റെ ടോട്ടലി ഉള്ള അപ്പിയറൻസ് മുഴുവൻ മാറിയിട്ടുണ്ട്. അവിടെ ഒരുപാട് ലോകോത്തര പ്ലെയേഴ്സ് ഇന്ന് പോർച്ചുഗലിൽ കളിക്കുന്നുണ്ട്. ബ്രൂണോ ഫെർണാണ്ടസ്, ഫെലിക്സ്, ബെർണാർഡൻ സിൽവ, അങ്ങനെ നിരവധി താരങ്ങൾ ഇന്ന് പോർച്ചുഗലിനുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലെങ്കിൽ കൂടി ആ ടീം ഇന്ന് ശക്തം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ എന്നിരുന്നാലും അവരുടെ കയ്യിലുള്ള ആ ബ്രഹ്മാസ്ത്രം, അത് 39 വയസ്സായി. 39 വയസ്സ്, 39ാമത്തെ വയസ്സിൽ ഇവിടെ നമ്മളൊക്കെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആളുകൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പോലും നമുക്കറിയില്ല. പക്ഷേ ഈ മനുഷ്യൻ ഇപ്പോഴും സ്റ്റിൽ ഇങ്ങനെ റോക്കറ്റ് പോലെ പൊക്കോണ്ടിരിക്കുകയാണ്. 39 വയസ്സായ മനുഷ്യൻ ഇന്നലെ കൂടെ ഒരു ബൈസൈക്കിൾ കിക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എപ്പോഴും ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ആളിനെ പറ്റി ഒന്ന് സംസാരിക്കാം എന്നുള്ള കാര്യം. ഇപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന വ്യക്തി എവിടെ നിന്ന് വന്നു, ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു സ്റ്റോറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, ഇവിടുത്തെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം ക്രിസ്ത്യാനോ റൊണാൾഡോ എന്താണെന്നുള്ള കാര്യം. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള പുള്ളിയുടെ ചെറുപ്പത്തിലെ കാര്യങ്ങളും അച്ഛൻ്റെ സ്റ്റോറി അത് ഇതൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയാവുന്നതാണ്, പലതവണ പലരും പറഞ്ഞിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അതല്ല. നമ്മൾ സംസാരിക്കുന്നത് ഈയിടെയായി നടന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു വ്യക്തിയാണെന്ന് തന്നെ പറയേണ്ടി വരും. ഒരു ഫുട്ബോളർ മാത്രമല്ല, മൊത്തത്തിൽ ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു വ്യക്തി അത് ക്രിസ്ത്യാനോ റൊണാൾഡോ മാത്രമാണ്. അത് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം. ആൾക്ക് ആദ്യം യൂട്യൂബ് ചാനൽ നൽകില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ യൂട്യൂബ് ചാനൽ വന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊക്കെ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യനെ കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇപ്പം ഫുട്ബോളിനെ തൻ്റെ ജീവിതമായി കാണുന്ന ഒരാളാണ് ക്രിസ്ത്യാനോ. ആള് ഫുട്ബോളിനെ അത്ര സീരിയസ് ആയി കാണുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ആള് എടുക്കുന്ന എഫേർട്ടുകൾ നമ്മൾ കാണാറുള്ളതാണ്. ആള് അദ്ദേഹത്തിൻ്റെ ശരീരത്തിനെയാണ് ആൾ കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് നമുക്കറിയാം. ആ ശരീരത്ത് ഒന്നും സംഭവിക്കാതെ അദ്ദേഹം അതിനെ ഭയങ്കരമായി കെയർ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ശരീരത്തിനൊരു ദോഷം ഉണ്ടാകുന്ന ഒരു ഭക്ഷണം പോലും കഴിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രയധികം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആളിനെ കോമ്പറ്റേറ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ പാടേറിയ കാര്യമാണ്. അപ്പോൾ ശരിയാണ്, മെസ്സി അദ്ദേഹത്തിൻ്റെ കോമ്പറ്റീറ്ററാണ് എന്ന് നമ്മൾ പറയുന്നു. മെസ്സിയും റൊണാൾഡോയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അത് ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലാവും. ശരിക്കും റൊണാൾഡോയും മെസ്സിയും തമ്മിലുള്ള കമ്പാരിസണൊക്കെ നമുക്കറിയാം. ഇപ്പോൾ മെസ്സിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും ബോൺ ടാലൻറ്റഡ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഫൈൻ ആയിരിക്കാം, ആണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ എപ്പോഴും നോക്കുമ്പോൾ ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന വ്യക്തി ഒരു ഫിഫ ബോയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല. ആള് കുറച്ചുകൂടി കഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ആള് ശരിക്കും കഴിഞ്ഞ റയൽ മാഡ്രിഡിൽ നിന്ന് ആള് യുവെന്റസിലേക്ക് പോകുന്നു. അവിടെ നിന്ന് പുള്ളി മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വരും. നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു സ്പേസ് ആണത്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്കുള്ള തിരിച്ചുവരവ്. അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ച്, തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ച് അതൊരു വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ട്രാൻസ്ഫർ ആയിരുന്നു. പക്ഷെ അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് യൂസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം പ്രീമിയർ ലീഗിൽ ഏകദേശം 8-9 മാച്ചുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അന്ന് യുണൈറ്റഡിലേക്ക് വരുന്നത് തന്നെ.
ആ വന്ന പാടെ ആള് ചാമ്പ്യൻസ് ലീഗാണ്. ചാമ്പ്യൻസ് ലീഗിലെ ഒരു മത്സരമാണ് ആദ്യം കളിക്കുന്നത്. ആർക്കെതിരെ ആയിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ അന്ന് ആള് ഗോൾ സ്കോർ ചെയ്യുകയും എന്നാൽ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അവിടെ ഒരു ടൈറ്റിൽ അടിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ഏറ്റവും വലിയ കോമ്പറ്റീഷൻ അത് വേൾഡിലെ നമ്പർ 1 ലീഗാണ് പ്രീമിയർ ലീഗ്. അപ്പോൾ അവിടെ വൻ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അവിടെ ഒരു ഗോൾഡൻ ബൂട്ട് അടിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അവിടെ ഇത്രയും ലേറ്റായി വന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ സീസൺ അവസാനിക്കുമ്പോൾ ഗോൾഡൻ ബൂട്ട് റേസിൽ അന്ന് 3-ാം സ്ഥാനത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് ഭയങ്കര ഒരു അത്ഭുതം. അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ക്രിസ്ത്യാനോ വന്ന ആ സീസണിൽ ലാസ്റ്റ് അവസാനം ഒരു രണ്ട് കളികളൊക്കെ ആള് തോറ്റു നിന്ന യുണൈറ്റഡിനെ ആള് സബ്സ്റ്റിറ്റ്യൂഷനിൽ വന്ന് ഹാട്രിക് ഒക്കെ അടിച്ച് സമനിലയാക്കുന്നതും കളി ജയിപ്പിക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു ആ സീസണിൽ. പക്ഷെ അന്ന് അവിടെ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് ശരിക്കും അറിയില്ല. എറിക് ടെൻ ഹാഗ് എന്ന മാനേജർ റൊണാൾഡോയോട് എന്തോ വലിയ വൈരാഗ്യമുള്ളതുപോലെ പെരുമാറുകയും റൊണാൾഡോ എന്ന ആ ഒരു ലെജൻഡിനെ ഒരു രീതിയിലും റെസ്പെക്റ്റ് ഇല്ലാതെ അദ്ദേഹത്തോട് പെരുമാറുകയും ആളിനെ മാഞ്ചസ്റ്റർ ഡെർബി ഒക്കെ നടക്കുന്ന സമയത്ത് റൊണാൾഡോവിനെ കളിപ്പിക്കാതെ ബെഞ്ചിലിരുത്തുകയും ഇങ്ങനെയൊക്കെയുള്ള പ്രവണതകൾ കണ്ടിരുന്നു നമ്മൾ. അവിടുന്ന് റൊണാൾഡോ ഇറങ്ങിപ്പോവുകയും പുള്ളിക്ക് ഡിസിപ്ലിനറി റിയാക്ഷൻ കിട്ടുകയും ആള് അവിടുന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് പുറത്താവുകയും ഒക്കെ ചെയ്തു. അവിടുന്ന് പിന്നീടാണ് നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ആള് എന്താണെന്ന് മനസ്സിലാവുന്നത്. ആള് യൂറോപ്പ് വിടുന്നു. ഏറ്റവും വലിയ ട്രാൻസ്ഫർ തുകയിൽ സൗദി അറേബ്യയിലേക്ക് വരുന്നു. സംഭവിച്ചത് ഇത്രേ ഉള്ളൂ. റൊണാൾഡോ യൂറോപ്പ് വിട്ട് സൗദി അറേബ്യയിലേക്ക് പോകുന്നു. യൂറോപ്പ് മുഴുവൻ അദ്ദേഹത്തിന്റെ കൂടെ സൗദി അറേബ്യയിലേക്ക് പോകുന്നു. അദ്ദേഹം അങ്ങ് ചെന്നപ്പോഴത്തേക്ക് യൂറോപ്പിലുണ്ടായിരുന്ന വലിയ വലിയ പ്ലെയേഴ്സ് ഇങ്ങനെ സൗദി അറേബ്യയിലേക്ക് ഒഴുകാൻ തുടങ്ങി. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ബ്രാൻഡിന്റെ മാത്രം ബലത്തിൽ, ക്രിസ്ത്യാനോ എന്നൊരാൾ അവിടെ വരെ പോയി എന്നുള്ള ബലത്തിൽ ആരൊക്കെയാണ് പിന്നെ പോയത്? ലാസ്റ്റ് നെയ്മർ വരെ അങ്ങ് സൗദി അറേബ്യയിലെത്തി. ഇതൊക്കെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പവർ. അപ്പോൾ ആളിനെ പറ്റി അഭിപ്രായങ്ങൾ ഉള്ളവരുണ്ടാവാം, എതിരഭിപ്രായങ്ങളുള്ളവരുണ്ടാവാം. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആണത്. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ ഇപ്പൊ നെയ്മർ നേരത്തെ പറഞ്ഞ ഒരു വേർഡ് ഉണ്ട് റൊണാൾഡോനെ പറ്റി. അത് സത്യമാണെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം ഒരു മനുഷ്യനല്ല, മറ്റേതോ ഒരു പ്ലാനറ്റിൽ നിന്ന് വന്ന ഒരു അന്യഗ്രഹ ജീവിയാണ്, ഒരു ഏലിയനാണ് റൊണാൾഡോ. ശരിയാണ്, നമുക്ക് അങ്ങനെ തോന്നിപ്പോവും. കാരണം 39ാമത്തെ വയസ്സിലാണ് ഇന്നലെ താണ്ട ബൈസൈക്കിൾ കിക്ക് അടിച്ചത്. ഓ ആള് ഈ കഴിഞ്ഞിടയ്ക്കാണ് 900 ഗോള് ആയത്. അപ്പൊ പുള്ളി നമ്മൾ വിചാരിക്കും ഇത്ര ആയല്ലോ, അല്ലെ ഇനിയിപ്പോ പുള്ളി വിരമിക്കും എന്നൊക്കെയുള്ള സാധനം. പുള്ളി പറയുന്നത് ഇല്ല, ഞാൻ അടുത്ത ലക്ഷ്യം എന്താണെന്ന് പലരും ചോദിക്കുമ്പോൾ അവര് ഉടനെ ഞാൻ വിരമിക്കും എന്നുള്ള ഒരു സംഭവം കേൾക്കാൻ വേണ്ടി ആയിരിക്കാം. പക്ഷെ അടുത്ത നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നത് ഞാനിപ്പോ 900 ഗോൾ ആയിട്ടുണ്ട്, ഞാൻ അടുത്ത 1000 ഗോൾ തികയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. 39 വയസ്സായി, പുള്ളി ഇപ്പോഴെങ്കിലും നിർത്താൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത വേൾഡ് കപ്പ് പുള്ളിക്ക് അടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത വേൾഡ് കപ്പിലും പുള്ളി ഒരുപക്ഷെ കളിച്ചേക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിനുള്ള സ്ട്രെങ്ത് പുള്ളിക്കുണ്ട്, അതിനുള്ള ടാലന്റ് പുള്ളിക്കുണ്ട്. എനിക്ക് തോന്നുന്നു അവര് അച്ഛനും മോനും കൂടി ഒന്നിച്ച് പോർച്ചുഗൽ ടീമിൽ കളിക്കുന്ന ഒരു ദിവസം വരും എന്ന് എനിക്ക് സംശയമുണ്ട്. അത് അങ്ങനെ സംഭവിച്ചാൽ അത് അത്ഭുതമല്ല, നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് റൊണാൾഡോനെ പറ്റി. പിന്നീടും കുറെ പറയാനുണ്ട്, എന്നാൽ എല്ലാവർക്കും റൊണാൾഡോയെ പറ്റി എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നിങ്ങളാണ് ഏറ്റവും വലിയ ആ ഒരു ക്ലബ് ഉണ്ടല്ലോ, അവരാണ് ഏറ്റവും വലിയ തെറ്റ് ചെയ്തവർ എന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നു. കാരണം റൊണാൾഡോയെ അവിടേക്ക് കിട്ടിയതാണ്, തിരിച്ച് കിട്ടിയതാണ്. പുള്ളിയുള്ള ഒറ്റ പേരിൽ നിങ്ങൾക്ക് ഒരുപാട് പ്ലെയേഴ്സിനെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യിക്കാമായിരുന്നു, പ്ലെയേഴ്സിനെ കൊണ്ടുവരാമായിരുന്നു. റൊണാൾഡോ എന്ന മനുഷ്യൻ പോയതിന്റെ പേരിൽ യൂറോപ്പിലുള്ള വലിയ വലിയ പല പ്ലെയേഴ്സ് അങ്ങോട്ട് സൗദി അറേബ്യക്ക് പോയെങ്കിൽ നിങ്ങൾ ഇപ്പൊ കൊണ്ടുവച്ചിട്ടുള്ള പല പ്ലെയേഴ്സിനെ നിങ്ങൾക്ക് സെല്ല് ചെയ്ത് റൊണാൾഡോ ഇവിടെ ഉണ്ട്, നിങ്ങൾ കളിക്കുന്നോ കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരാൻ ഒരുപാട് പ്ലെയേഴ്സ് തയ്യാറായേനെ. നിങ്ങൾക്ക് വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തിരിച്ചു വരാമായിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഇങ്ങനെ ഒരു മാനേജറെ കൊണ്ടുവന്നു എന്നുള്ളതാണ്.
ആള് ഏതോ ഒരു ഇതിനകത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, എല്ലാ മുട്ടയും എന്താ പെപ്പാവില്ല എന്നുള്ളത്. അപ്പോൾ എന്ന് പറയുന്ന പോലെയാണ് ഒരു കാര്യവുമില്ലാത്ത ഒരു മാനേജർ. ആള് നിങ്ങൾ ചെയ്തതാണ് തെറ്റ്. യുണൈറ്റഡ് ഒരിക്കലും റൊണാൾഡോനെ കൈവിടരുതായിരുന്നു. റൊണാൾഡോ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഗതി ഇന്ന് ഇതൊന്നും ആയിരിക്കില്ല. ഇപ്പൊ എത്ര 14-മോ 12-മോ ആണ് ടേബിളിലുള്ളത്. യുണൈറ്റഡൊക്കെ അത്രയും താഴെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ എന്തായാലും അത് കയ്യിൽ നിന്ന് പോയി. ആള് ഇപ്പോഴും നിങ്ങൾ യുണൈറ്റഡ് പറഞ്ഞത് ആള് പോരാ, ആള് വിരമിക്കാൻ സമയമായി, പുള്ളിയെ കളിപ്പിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെയാ. ആ മനുഷ്യനാണ് ഇന്നലെ 39 വയസ്സ്, ഇന്നലെ ഒരു ബൈസൈക്കിൾ അടിച്ചു. അപ്പം ശരി, ബെസ്റ്റ് ഓഫ് ലക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.